ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. മറ്റന്നാൾ നടക്കുന്ന സിവിൽ എക്സൈസ് ഡ്രൈവർ എക്സാമിൻ്റെ തൊഴിൽ വാർത്തയിലെ മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഇതിലെ ആദ്യത്തെ 40 ചോദ്യങ്ങൾ ജനറൽ നോളജും കറണ്ട് അഫെയർസുമാണ്. 41 മുതൽ 50 വരെയുള്ള ചോദ്യങ്ങൾ മാത്സ് ആണ്. 51 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്സിൽ നിന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ 50 ചോദ്യങ്ങൾ ജനറൽ PSC എക്സാം ഉള്ളവരും കൂടെ പഠിക്കുക. ഇതിലെ 100 ചോദ്യങ്ങൾ സിവിൽ എക്സൈസ് ഡ്രൈവർ എക്സാം ഉള്ളവർ പഠിക്കുക കേട്ടോ. അപ്പം നിങ്ങൾ ജനറൽ PSC എക്സാം എഴുതുന്നവർ സ്പെഷ്യൽ ടോപ്പിക്സ് പഠിക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ 50 ചോദ്യങ്ങൾ മാത്രം പഠിക്കുക. ഓക്കെ. പിന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഇതിലെ 2 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ 2 ചോദ്യങ്ങൾക്ക് ഈ ക്ലാസ് മുഴുവനും കണ്ട ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരവും കൂടെ കമൻറ്റ് ചെയ്യുക. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ആദിവാസി കരകൗശല ഉൽപ്പന്നം ഏത്? ഓപ്ഷൻ ബി കണ്ണാടിപ്പായ. ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ആദിവാസി കരകൗശല ഉൽപ്പന്നം കണ്ണാടിപ്പായ. സംസ്ഥാന ആരോഗ്യവകുപ്പ് ആരംഭിച്ച അമൃതം ആരോഗ്യം പദ്ധതി ഏത് രോഗത്തെ പ്രതിരോധിക്കാനും നിയന്ത്രിക്കാനും ഉള്ളതാണ്? ഓപ്ഷൻ ഡി ജീവിതശൈലി രോഗങ്ങൾ. സംസ്ഥാന ആരോഗ്യവകുപ്പ് ആരംഭിച്ച അമൃതം ആരോഗ്യം പദ്ധതി ഏത് രോഗത്തെ പ്രതിരോധിക്കാനും നിയന്ത്രിക്കാനും ഉള്ളതാണ്? ജീവിതശൈലി രോഗങ്ങൾ. അമൃതം ആരോഗ്യം ജീവിതശൈലി രോഗങ്ങൾ. സംസ്ഥാനത്തെ ഗവർണറുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവന്റെ പുതിയ പേരെന്ത്? ഓപ്ഷൻ എ ലോക് ഭവൻ. സംസ്ഥാനത്തെ ഗവർണറുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവന്റെ പുതിയ പേരെന്താണ്? ലോക് ഭവൻ. രാജ്ഭവൻ മാറി ഇപ്പോൾ എന്താണ് പുതിയ പേര്? ലോക് ഭവൻ. രാജ്ഭവൻ മാറി പുതിയ പേര് ലോക് ഭവൻ എന്നായി. കേരളത്തിലെ ഏത് ജില്ലയുടെ ഔദ്യോഗിക പുഷ്പമാണ് അതിരാണി? ഓപ്ഷൻ എ കോഴിക്കോട്. കേരളത്തിലെ ഏത് ജില്ലയുടെ ഔദ്യോഗിക പുഷ്പമാണ് അതിരാണി? കോഴിക്കോട് ജില്ലയുടെ. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആര്? ഓപ്ഷൻ സി റസൂൽ പൂക്കുട്ടി. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആര്? റസൂൽ പൂക്കുട്ടി. 2025 ഡിസംബറിൽ യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ ഉത്സവം ഏത്? ഓപ്ഷൻ ബി ദീപാവലി. 2025 ഡിസംബറിൽ യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ ഉത്സവം ഏതാണ്? ദീപാവലി. ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി മംദാനി ജനിച്ചത് ഇന്ത്യയിലാണ്. തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകളാണ് എയും ബിയും സിയും. അതായത് ശരിയായ പ്രസ്താവനകൾ: ന്യൂയോർക്ക് നഗരത്തിൻ്റെ പുതിയ മേയറാണ് സൊഹ്റാൻ മംദാനി. പ്രശസ്ത സിനിമാ സംവിധായിക മീര നായരുടെ പുത്രനാണ് മംദാനി. ഡെമോക്രാറ്റിക് പാർട്ടിയാണ് മംദാനി പ്രതിനിധീകരിക്കുന്നത്. ശരിയായ പ്രസ്താവനകൾ: ന്യൂയോർക്ക് നഗരത്തിൻ്റെ പുതിയ മേയറാണ് സൊഹ്റാൻ മംദാനി. പ്രശസ്ത സിനിമാ സംവിധായിക മീര നായരുടെ പുത്രനാണ് മംദാനി. ഡെമോക്രാറ്റിക് പാർട്ടിയാണ് മംദാനി പ്രതിനിധീകരിക്കുന്നത്. ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ് നിതീഷ് കുമാർ? ഓപ്ഷൻ സി ബീഹാർ. ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ് നിതീഷ് കുമാർ? ബീഹാർ. ഇന്ത്യയിൽ വികസിപ്പിച്ച ക്യൂഡെങ്ക വാക്സിൻ ഏത് രോഗത്തിനെതിരെ ഉള്ളതാണ്? ഓപ്ഷൻ ബി ഡെങ്കിപ്പനി. ഇന്ത്യയിൽ വികസിപ്പിച്ച ക്യൂഡെങ്ക വാക്സിൻ ഏത് രോഗത്തിനെതിരെ ഉള്ളതാണ്? ഡെങ്കിപ്പനി. അത് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, ക്യൂഡെങ്ക. അപ്പോൾ എന്താണത്? ഡെങ്കിപ്പനി. ഡെങ്കിപ്പനി എന്നങ്ങ് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇന്ത്യയിൽ വികസിപ്പിച്ച ക്യൂഡെങ്ക വാക്സിൻ ഏത് രോഗത്തിനെതിരെ ഉള്ളതാണ്? ഡെങ്കിപ്പനിക്കെതിരെ. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭാ മന്ദിരം എവിടത്തെയാണ്? ഓപ്ഷൻ എ ഡൽഹി. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭാ മന്ദിരം എവിടത്തെയാണ്? ഡൽഹിയിലെ. ശരിയല്ലാത്ത വിവരം ഏത്? ഓപ്ഷൻ ഡി ആണ്. ലക്ഷ്യപ്രമേയത്തിൽ അവതരിപ്പിച്ച ആശയങ്ങൾ പിന്നീട് മൗലിക അവകാശങ്ങളായി മാറി. തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകളാണ് എയും ബിയും സിയും. അപ്പോൾ ശരിയായ പ്രസ്താവനകളാണ്: ഭരണഘടനാ നിർമ്മാണ സഭയിൽ 1946 ഡിസംബർ 13 ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു.
ജവഹർലാൽ നെഹ്റുവാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ലക്ഷ്യപ്രമേയത്തിലേക്ക് ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ആശയങ്ങളായിരുന്നു. ശരിയായ പ്രസ്താവനകളാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 1946 ഡിസംബർ 13 ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. ജവഹർലാൽ നെഹ്റുവാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ലക്ഷ്യപ്രമേയത്തിലേത് ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ആശയങ്ങളായിരുന്നു. ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന തീയതി ഏത്? ഓപ്ഷൻ സി 1949 നവംബർ 26. ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന തീയതി ഏതാണ്? 1949 നവംബർ 26. കൺകറന്റ് ലിസ്റ്റിലെ വിഷയത്തിന് ഉദാഹരണം അല്ലാത്തതേത്? ഓപ്ഷൻ ഡി കൃഷി. കൺകറന്റ് ലിസ്റ്റിലെ വിഷയത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണ്? കൃഷി. കൺകറന്റ് ലിസ്റ്റിലെ വിഷയത്തിന് ഉദാഹരണങ്ങളാണ് വിദ്യാഭ്യാസം, ട്രേഡ് യൂണിയനുകൾ, ജനന മരണ രജിസ്ട്രേഷൻ. അപ്പോൾ ഓർത്ത് വെച്ചോണം, കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ വിദ്യാഭ്യാസം, ട്രേഡ് യൂണിയനുകൾ, ജനന മരണ രജിസ്ട്രേഷൻ. രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആര്? ഓപ്ഷൻ ബി സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ. രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ സി 1, 2, 3 ആണ്. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലുകളാണ് ഗവൺമെൻറ് ബില്ല്. മന്ത്രി അല്ലാത്ത പാർലമെൻറ് അംഗം അവതരിപ്പിക്കുന്നതാണ് സ്വകാര്യ ബില്ല്. പൊതുഖജനാവിലേക്കുള്ള സമാഹരണവും ചെലവഴിക്കലും സംബന്ധിച്ചതാണ് ധനബില്ലുകൾ. തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ: മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലുകളാണ് ഗവൺമെൻറ് ബില്ല്. മന്ത്രിയല്ലാത്ത പാർലമെൻറ് അംഗം അവതരിപ്പിക്കുന്നതാണ് സ്വകാര്യ ബില്ല്. പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണവും ചെലവഴിക്കലും സംബന്ധിച്ചതാണ് ധനബില്ലുകൾ. 18 വയസ്സ് പൂർത്തിയായാൽ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം എന്നത് പ്രാബല്യത്തിലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏത്? ഓപ്ഷൻ എ 61-ാം ഭരണഘടനാ ഭേദഗതി. 18 വയസ്സ് പൂർത്തിയായാൽ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം എന്നത് പ്രാബല്യത്തിലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏത്? 61-ാം ഭരണഘടനാ ഭേദഗതി. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ എ പ്രസ്താവനകൾ എല്ലാം ശരിയാണ്. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ: ഇന്ത്യക്കാർക്ക് പരിമിതമായ അധികാരങ്ങൾ നൽകാനായി ലണ്ടനിൽ നടന്ന കൂടിയാലോചനകളാണ് വട്ടമേശ സമ്മേളനങ്ങൾ. ആദ്യത്തെ വട്ടമേശ സമ്മേളനം നടന്നത് 1930-ലാണ്. ഒന്നാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പങ്കെടുത്തില്ല. രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസ് പ്രതിനിധികൾ പങ്കെടുത്തു. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ശരിയായ പ്രസ്താവനകളാണ്: ഇന്ത്യക്കാർക്ക് പരിമിതമായ അധികാരങ്ങൾ നൽകാനായി ലണ്ടനിൽ നടന്ന കൂടിയാലോചനകളാണ് വട്ടമേശ സമ്മേളനങ്ങൾ. ആദ്യത്തെ വട്ടമേശ സമ്മേളനം നടന്നത് 1930-ലാണ്. ഒന്നാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പങ്കെടുത്തില്ല. രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസ് പ്രതിനിധികൾ പങ്കെടുത്തു. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? ഓപ്ഷൻ സി ജയപ്രകാശ് നാരായണൻ. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? ജയപ്രകാശ് നാരായണൻ. മാപ്പിള ലഹളകളെ പറ്റി അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയ മലബാർ ഡിസ്ട്രിക്ട് കളക്ടർ ആര്? ഓപ്ഷൻ ഡി വില്യം ലോഗൻ. മാപ്പിള ലഹളകളെ പറ്റി അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയ മലബാർ ഡിസ്ട്രിക്ട് കളക്ടർ ആരാണ്? വില്യം ലോഗൻ. സെപ്റ്റംബർ കൂട്ടക്കൊല എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ബി ഫ്രഞ്ച് വിപ്ലവം. സെപ്റ്റംബർ കൂട്ടക്കൊല എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഫ്രഞ്ച് വിപ്ലവം. ഉയർന്ന തോതിലുള്ള സംവഹന പ്രവാഹത്തിന്റെ ഫലമായി രൂപം കൊള്ളുന്ന പഞ്ഞിക്കെട്ടുകൾക്ക് സമാനമായ മേഘങ്ങൾ ഏവ? ഓപ്ഷൻ എ ക്യുമുലസ് മേഘങ്ങൾ. ഉയർന്ന തോതിലുള്ള സംവഹന പ്രവാഹത്തിന്റെ ഫലമായി രൂപം കൊള്ളുന്ന പഞ്ഞിക്കെട്ടുകൾക്ക് സമാനമായ മേഘങ്ങൾ ഏവ? ക്യുമുലസ് മേഘങ്ങൾ. ഏത് തീരസമതലത്തിലെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന ഹാർബറാണ് വെരാവൽ? ഓപ്ഷൻ സി ഗുജറാത്ത്. ഏത് തീരസമതലത്തിലെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന ഹാർബറാണ് വെരാവൽ? ഗുജറാത്ത്. പൂർവാചൽ കുന്നുകളിലെ പ്രധാനപ്പെട്ടവ ഏതെല്ലാം?
ഓപ്ഷൻ ബി പട്കായി ഭൂമ്, നാഗ കുന്നുകൾ, മീസോ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ. പൂർവാചൽ കുന്നുകളിലെ പ്രധാനപ്പെട്ടവ: പട്കായി ഭൂമ്, നാഗ കുന്നുകൾ, മീസോ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ. ഇന്ത്യയിലെ വിവിധ ദേശീയ ഉദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങൾ എന്നിവയുടെ പട്ടികയിൽ ശരിയല്ലാത്ത ജോഡി ഏത്? ഓപ്ഷൻ ഡി ദീബ്രു സൈഖോവ ദേശീയ ഉദ്യാനം, മേഘാലയ. ഇന്ത്യയിലെ വിവിധ ദേശീയ ഉദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങൾ എന്നിവയുടെ പട്ടികയിൽ ശരിയായ ജോഡികളാണ് ഡച്ചിഗാം ദേശീയ ഉദ്യാനം, ജമ്മു കാശ്മീർ, ഹെമിസ് ദേശീയ ഉദ്യാനം, ലഡാക്ക്, രാജാജി ദേശീയ ഉദ്യാനം, ഉത്തരാഖണ്ഡ്. അപ്പം അത് ഓർത്ത് വയ്ക്കുക. തന്നിരിക്കുന്ന പട്ടികയിലെ ശരിയായ ജോഡികൾ, അതായത് ഇന്ത്യയിലെ വിവിധ ദേശീയ ഉദ്യാനങ്ങളും സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളും: ഡച്ചിഗാം ദേശീയ ഉദ്യാനം, ജമ്മു കാശ്മീർ, ഹെമിസ് ദേശീയ ഉദ്യാനം, ലഡാക്ക്, രാജാജി ദേശീയ ഉദ്യാനം, ഉത്തരാഖണ്ഡ്. വാണിജ്യ ബാങ്കുകൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ സി 1, 2, 3, 4. പൊതുമേഖലാ ബാങ്കുകൾ, സ്വകാര്യ ബാങ്കുകൾ, സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്കുകൾ. വാണിജ്യ ബാങ്കുകൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ്? പൊതുമേഖലാ ബാങ്കുകൾ, സ്വകാര്യ മേഖലാ ബാങ്കുകൾ, സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്കുകൾ. അക്കൗണ്ട് ഉടമകൾ തമ്മിൽ വലിയ തുകകൾ കൈമാറ്റം ചെയ്യാൻ റിസർവ് ബാങ്ക് കൊണ്ടുവന്ന സംവിധാനം ഏത്? ഓപ്ഷൻ എ RTGS. അക്കൗണ്ട് ഉടമകൾ തമ്മിൽ വലിയ തുകകൾ കൈമാറ്റം ചെയ്യാൻ റിസർവ് ബാങ്ക് കൊണ്ടുവന്ന സംവിധാനം ഏതാണ്? RTGS. ഭൂമിയുടെ പാട്ടത്തെ സംബന്ധിക്കുന്ന പ്രസിദ്ധമായ പാട്ട സിദ്ധാന്തം തിയറി ഓഫ് റെന്റ് ആരുടേതാണ്? ഓപ്ഷൻ ബി ഡേവിഡ് റിക്കാർഡോ. ഭൂമിയുടെ പാട്ടത്തെ സംബന്ധിക്കുന്ന പ്രസിദ്ധമായ പാട്ട സിദ്ധാന്തം തിയറി ഓഫ് റെന്റ് ആരുടേതാണ്? ഡേവിഡ് റിക്കാർഡോ. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആര്? ഓപ്ഷൻ സി അമർത്യ കുമാർ സെൻ. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആര്? അമർത്യ കുമാർ സെൻ. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന്? ഓപ്ഷൻ എ 2013 ജനുവരി 3. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ്? 2013 ജനുവരി 3. വയോജനങ്ങളുടെ ക്ഷേമാർത്ഥമുള്ള എൽഡർ ലൈൻ നമ്പർ ഏത്? ഓപ്ഷൻ എ 14567. വയോജനങ്ങളുടെ ക്ഷേമാർത്ഥമുള്ള എൽഡർ ലൈൻ നമ്പർ ഏതാണ്? 14567. കിടപ്പ് രോഗികൾക്ക് പരിചരണം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി? ഓപ്ഷൻ ബി കേരള കെയർ. കിടപ്പ് രോഗികൾക്ക് പരിചരണം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് കേരള കെയർ. രാജ്യത്ത് ആദ്യമായി സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക വെൽനസ് ക്ലിനിക്കുകൾ ആരംഭിച്ച സംസ്ഥാനം ഏത്? ഓപ്ഷൻ സി കേരളം. രാജ്യത്ത് സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക വെൽനസ് ക്ലിനിക്കുകൾ ആരംഭിച്ച സംസ്ഥാനം കേരളം. അശ്വമേധം 6.0 ഏത് രോഗത്തിൻ്റെ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ബി ന്യൂമോണിയ. ഓപ്ഷൻ ഡി കുഷ്ഠരോഗം. അശ്വമേധം 6.0 ഏത് രോഗത്തിൻ്റെ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടതാണ്? കുഷ്ഠരോഗം. അശ്വമേധം കുഷ്ഠരോഗം. ഏത് ലോഹത്തെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മിശ്രിതമാണ് ചാർജ് എന്ന് വിളിക്കപ്പെടുന്നത്? ഓപ്ഷൻ ബി ഇരുമ്പ്. ഏത് ലോഹത്തെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മിശ്രിതമാണ് ചാർജ് എന്ന് വിളിക്കപ്പെടുന്നത്? ഇരുമ്പ്. 0.02% മുതൽ 0.05% വരെ കാർബണും നേരിയ തോതിൽ ഫോസ്ഫറസ്, സിലിക്കൺ, മാംഗനീസ്, സൾഫർ എന്നിവയും അടങ്ങിയ താരതമ്യേന ശുദ്ധമായ ഇരുമ്പേത്? ഓപ്ഷൻ എ റോട്ടയൺ. 0.02% മുതൽ 0.05% വരെ കാർബണും നേരിയ തോതിൽ ഫോസ്ഫറസ്, സിലിക്കൺ, മാംഗനീസ്, സൾഫർ എന്നിവയും അടങ്ങിയ താരതമ്യേന ശുദ്ധമായ ഇരുമ്പേതാണ്? റോട്ടയൺ. നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന കാന്തിക മണ്ഡലം കാന്തിക വസ്തുക്കളിൽ താപം ഉൽപ്പാദിപ്പിക്കുന്നു എന്ന തത്വത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണം ഏത്?
ഓപ്ഷൻ ഡി ഇൻഡക്ഷൻ കുക്കറുകൾ. നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന കാന്തിക മണ്ഡലം കാന്തിക വസ്തുക്കളിൽ താപം ഉൽപ്പാദിപ്പിക്കുന്നു എന്ന തത്വത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണം ഏതാണ്? ഇൻഡക്ഷൻ കുക്കർ. വീടുകളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന വൈദ്യുത ഉപകരണങ്ങൾ എത്ര വോൾട്ടിലാണ് പ്രവർത്തിക്കുന്നത്? ഓപ്ഷൻ ബി 230 വോൾട്ട്. വീടുകളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന വൈദ്യുത ഉപകരണങ്ങൾ എത്ര വോൾട്ടിലാണ് പ്രവർത്തിക്കുന്നത്? 230 വോൾട്ട്. 2028 ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം ഏത്? ഓപ്ഷൻ ഡി ലോസ് ആഞ്ചലിസ്. 2028 ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം ഏതാണ്? ലോസ് ആഞ്ചലിസ്. കേരള കലാമണ്ഡലം ഏത് നദിയുടെ തീരത്താണ്? ഓപ്ഷൻ ബി ഭാരതപ്പുഴ. കേരള കലാമണ്ഡലം ഏത് നദിയുടെ തീരത്താണ്? ഭാരതപ്പുഴ. മാണി മാധവ ചാക്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ഓപ്ഷൻ ഡി കൂടിയാട്ടം. മാണി മാധവ ചാക്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? കൂടിയാട്ടം. ഇനി 41 മുതൽ 50 വരെയുള്ള ചോദ്യങ്ങൾ മാത്സ് ആണ്. ഓക്കെ, അത് ഞാൻ സോൾവ് ചെയ്തിട്ട് അത് ചാനലിൽ അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോ ചാനലിൽ കാണും. നിങ്ങളെല്ലാവരും ആ 10 ചോദ്യങ്ങൾ പോയി കണ്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, ഇനി തൊഴിൽ വാർത്ത ഉള്ളവരാണെങ്കിൽ അത് നോക്കി പഠിച്ചാലും മതി. ഓക്കെ, അപ്പോൾ ഇനി സ്പെഷ്യൽ ടോപ്പിക്സ്. നിയമപ്രകാരം കേരളത്തിൽ ഒരാൾക്ക് കൈവശം വയ്ക്കാൻ സാധിക്കുന്ന കോക്കോ ബ്രാൻഡിയുടെ അളവെത്ര? ഓപ്ഷൻ എ 1 ലിറ്റർ. നിയമപ്രകാരം കേരളത്തിൽ ഒരാൾക്ക് കൈവശം വയ്ക്കാൻ സാധിക്കുന്ന കോക്കോ ബ്രാൻഡിയുടെ അളവെത്ര? 1 ലിറ്റർ. FL1 ലൈസൻസ് പ്രകാരം KSBCക്ക് ലൈസൻസ് അനുവദിക്കുന്നതിനുള്ള അധികാരം ആർക്കാണ്? ഓപ്ഷൻ സി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ. FL1 ലൈസൻസ് പ്രകാരം KSBCക്ക് ലൈസൻസ് അനുവദിക്കുന്നതിനുള്ള അധികാരം ആർക്കാണ്? ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ. 750 ml മുകളിലുള്ള മദ്യക്കുപ്പികളിൽ ആരോഗ്യ മുന്നറിയിപ്പ് നൽകേണ്ട അക്ഷരങ്ങളുടെ വലുപ്പം എത്രയായിരിക്കണം? ഓപ്ഷൻ ബി 0.03 സെൻറ്റിമീറ്ററിൽ കുറയാത്തത്. 750 ml മുകളിലുള്ള മദ്യക്കുപ്പികളിൽ ആരോഗ്യ മുന്നറിയിപ്പ് നൽകേണ്ട അക്ഷരങ്ങളുടെ വലുപ്പം എത്രയായിരിക്കണം? 0.3 സെൻറ്റിമീറ്ററിൽ കുറയാത്തത്. താഴെ തന്നിരിക്കുന്നതിൽ തെറ്റേത്? ഓപ്ഷൻ ബി അബ്കാരി നിയമത്തിലെ 53B വകുപ്പ് അബ്കാരി ഇൻസ്പെക്ടർക്ക് സാക്ഷികളെ ഹാജരാക്കാനുള്ള അധികാരത്തെക്കുറിച്ച് പറയുന്നു. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകളാണ്. അബ്കാരി നിയമത്തിലെ 56A വകുപ്പ് ലഹരി വസ്തുക്കൾ നിയന്ത്രണ വിധേയമായി കൈവശം വയ്ക്കാൻ ആർക്കെല്ലാം പറ്റുമെന്ന് പറയുന്നു. മെഡിക്കൽ ആവശ്യങ്ങൾക്കല്ലാതെ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാൽ 5000 രൂപ പിഴയുണ്ട്. അപ്പോൾ ആ ശരിയായ പ്രസ്താവനകൾ പ്രത്യേകം ഓർത്ത് വയ്ക്കുക കേട്ടോ. അബ്കാരി നിയമത്തിലെ 56A വകുപ്പ് ലഹരി വസ്തുക്കൾ നിയന്ത്രണ വിധേയമായി കൈവശം വയ്ക്കാൻ ആർക്കെല്ലാം പറ്റുമെന്ന് പറയുന്നു. മെഡിക്കൽ ആവശ്യങ്ങൾക്കല്ലാതെ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാൽ 5000 രൂപ പിഴയുണ്ട്. അതാണ് ശരിയായ പ്രസ്താവനകൾ. അബ്കാരി നിയമത്തിലെ 7ാം വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി മദ്യ കയറ്റുമതി. അബ്കാരി നിയമത്തിലെ 7ാം വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മദ്യ കയറ്റുമതി. അബ്കാരി നിയമപ്രകാരം താഴെ തന്നിരിക്കുന്നതിൽ തെറ്റേതാണ്? ഓപ്ഷൻ എ അബ്കാരി നിയമത്തിലെ 10ാം വകുപ്പ് പെർമിറ്റുകളെ കുറിച്ച് വിശദമാക്കുന്നു. അബ്കാരി നിയമപ്രകാരം താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകളാണ്. പെർമിറ്റ് നിലവിൽ വരുന്ന കാലയളവ് പെർമിറ്റിൽ കാണിച്ചിരിക്കണം. 15ാം വകുപ്പ് കള്ളൊഴികെയുള്ള മദ്യത്തിൻ്റെ വിൽപ്പന നിരോധിക്കുന്നു. മദ്യം പാരിതോഷികമായി നൽകുന്നത് കുറ്റകരം അല്ല. അബ്കാരി നിയമപ്രകാരം തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകളാണ് കേട്ടോ. പെർമിറ്റ് നിലവിൽ വരുന്ന കാലയളവ് പെർമിറ്റിൽ കാണിച്ചിരിക്കണം. 15ാം വകുപ്പ് കള്ളൊഴികെയുള്ള മദ്യത്തിൻ്റെ വിൽപ്പന നിരോധിച്ചിരിക്കുന്നു. മദ്യം പാരിതോഷികമായി നൽകുന്നത് കുറ്റകരം അല്ല. അബ്കാരി നിയമത്തിൽ ബ്ലെൻഡിംഗ് നിർവചിച്ചിട്ടുള്ള വകുപ്പ് ഓപ്ഷൻ ഡി സെക്ഷൻ 3(2)(a). അബ്കാരി നിയമത്തിലെ ബ്ലെൻഡിംഗ് നിർവചിച്ചിട്ടുള്ള വകുപ്പ് സെക്ഷൻ 3(2)(a). അനധികൃത ഡീനാച്ചുറഡ് സ്പിരിറ്റ് നിർമ്മിച്ചാലുള്ള ശിക്ഷ എന്ത്? ഓപ്ഷൻ എ 5 വർഷം തടവ്, 25,000 രൂപ പിഴ. അനധികൃതമായി ഡീനാച്ചുറഡ് സ്പിരിറ്റ് നിർമ്മിച്ചാലുള്ള ശിക്ഷ എന്താണ്? 5 വർഷം തടവ്, 25,000 രൂപ പിഴ. താഴെ തന്നിരിക്കുന്നതിൽ ശരി ഏതാണ്?
ഓപ്ഷൻ എ 1, 2, 3 ശരിയാണ്. അപ്പം തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം ശരിയാണ്. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ: വൈന്, വിസ്കി പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുവാണ് ENA. ENA നിറമില്ലാത്ത വസ്തുവാണ്. ENA ഇറക്കുമതി ചെയ്യുന്ന പെർമിറ്റിൻ്റെ കാലാവധി 1 വർഷമാണ്. തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ: വൈൻ, വിസ്കി പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുവാണ് ENA. ENA നിറമില്ലാത്ത വസ്തുവാണ്. ENA ഇറക്കുമതി ചെയ്യുന്ന പെർമിറ്റിൻ്റെ കാലാവധി 1 വർഷമാണ്. ആബ്സല്യൂട്ട് ആൽക്കഹോളിൽ ഉണ്ടായേക്കാവുന്ന ജലത്തിൻ്റെ അളവ് എത്ര? ഓപ്ഷൻ ബി 1%-ൽ താഴെ. ആബ്സല്യൂട്ട് ആൽക്കഹോളിൽ ഉണ്ടായേക്കാവുന്ന ജലത്തിൻ്റെ അളവ് എത്രയാണ്? 1%-ൽ താഴെ. NDPS നിയമപ്രകാരം ഒരു കുറ്റവാളിക്ക് രക്ഷപ്പെടാൻ സഹായം നൽകുന്ന കുറ്റകരമാണെന്ന് പറയുന്ന വകുപ്പ്. ഓപ്ഷൻ സി സെക്ഷൻ 27A. NDPS നിയമപ്രകാരം ഒരു കുറ്റവാളിക്ക് രക്ഷപ്പെടാൻ സഹായം നൽകുന്നത് കുറ്റകരമാണെന്ന് പറയുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 27A. NDPS നിയമത്തിൽ വധശിക്ഷ പ്രതിപാദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി സെക്ഷൻ 31A. NDPS നിയമത്തിൽ വധശിക്ഷ പ്രതിപാദിച്ചിട്ടുള്ള വകുപ്പ് ഏതാണ്? സെക്ഷൻ 31A. കോട്ട്പ നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതാണ്? ഓപ്ഷൻ സി 1, 2, 3 ശരി. ശരിയായ പ്രസ്താവനകൾ: 20-ാം വകുപ്പ് പ്രകാരം പാക്കറ്റുകളിൽ നിക്കോട്ടിൻ, ടാറ് എന്നിവയുടെ അളവുകൾ പ്രത്യേകം നൽകാതിരിക്കുന്നത് കുറ്റകരമാണ്. ഇത് ആദ്യ തവണ ലംഘിച്ചാൽ 2 വർഷം വരെ തടവും 5000 രൂപ പിഴയുമാണ് ശിക്ഷ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 യാർഡിനുള്ളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. കോട്ട്പ നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായതേത്? 20-ാം വകുപ്പ് പ്രകാരം പാക്കറ്റുകളിൽ നിക്കോട്ടിൻ, ടാറ് എന്നിവയുടെ അളവുകൾ പ്രത്യേകം നൽകാതിരിക്കുന്നത് കുറ്റകരമാണ്. ഇത് ആദ്യ തവണ ലംഘിച്ചാൽ 2 വർഷം തടവും 5000 രൂപ പിഴയുമാണ് ശിക്ഷ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 യാർഡിനുള്ളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. കോട്ട്പ നിയമത്തിലെ 6A വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ 18 വയസ്സിന് താഴെയുള്ളവർക്കുള്ള പുകയില വിൽപ്പന നിരോധനം. കോട്ട്പ നിയമത്തിലെ 6A വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 18 വയസ്സിന് താഴെയുള്ളവർക്കുള്ള പുകയില വിൽപ്പന നിരോധനം. സിഗരറ്റ് പാക്കറ്റിന് മുകളിലുള്ള ആരോഗ്യ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ എത്ര ശതമാനം ആയിരിക്കണം? ഓപ്ഷൻ ബി 60%. സിഗരറ്റ് പാക്കറ്റിന് മുകളിലുള്ള ആരോഗ്യ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ എത്ര ശതമാനം ആയിരിക്കണം? 60%. വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡിയുടെ വൈസ് ചെയർമാൻ ആര്? ഓപ്ഷൻ എ എക്സൈസ് മന്ത്രി. വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡിയുടെ വൈസ് ചെയർമാൻ ആരാണ്? എക്സൈസ് മന്ത്രി. കേരളത്തിൽ ലഹരിക്കെതിരെ യോദ്ധാവ് പദ്ധതി ആരംഭിച്ച ഡിപ്പാർട്ട്മെന്റ്. ഓപ്ഷൻ ഡി പോലീസ്. കേരളത്തിൽ ലഹരിക്കെതിരെ യോദ്ധാവ് പദ്ധതി ആരംഭിച്ച ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? പോലീസ് ഡിപ്പാർട്ട്മെന്റ്. താഴെ തന്നിരിക്കുന്നതിൽ മദ്യനിരോധനവുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ ആർട്ടിക്കിൾ 47 മദ്യം കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഭരണഘടനാ പട്ടിക 6. ഓപ്ഷൻ ബി 2, 3 തെറ്റാണ്. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ 2, 3 പ്രസ്താവനകൾ തെറ്റാണ്. തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണെന്ന് നോക്കാം കേട്ടോ. ഈ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന മദ്യനിരോധനവുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ ആർട്ടിക്കിൾ 47. ഓർത്തു വെച്ചോണം, മദ്യനിരോധനവുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ ആർട്ടിക്കിൾ 47. ഇത് ജനറൽ PSC ടോപ്പിക്കിലും ചോദിക്കാവുന്ന ചോദ്യമാണ്. ഇതുപോലെ ഈ സ്പെഷ്യൽ ടോപ്പിക്സിലും ചോദിക്കുന്ന ചോദ്യമാണ്. മദ്യനിരോധനവുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ ആർട്ടിക്കിൾ 47. മദ്യനിരോധനവുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 47. ഓർത്തു വെച്ചോണം കേട്ടോ. മദ്യനിരോധനവുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ ആർട്ടിക്കിൾ 47. സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിച്ച IT ആക്ടിലെ വകുപ്പ് ഏത്? ഓപ്ഷൻ എ വകുപ്പ് 66A. സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിച്ച IT ആക്ടിലെ വകുപ്പ് ഏതാണ്? വകുപ്പ് 66A. ഇന്ത്യക്ക് പുറത്ത് വെച്ച് ഇന്ത്യയിലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന് നേരെ നടത്തുന്ന സൈബർ കുറ്റകൃത്യം പ്രതിപാദിക്കുന്ന IT ആക്ടിലെ വകുപ്പ് ഏത്?
ഓപ്ഷൻ ഡി വകുപ്പ് 75. ഇന്ത്യക്ക് പുറത്ത് വെച്ച് ഇന്ത്യയിലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന് നേരെ നടത്തുന്ന സൈബർ കുറ്റകൃത്യം പ്രതിപാദിക്കുന്ന IT ആക്ടിലെ വകുപ്പ് ഏതാണ്? വകുപ്പ് 75. ഒരു വാഹനം വളവ് തിരിയുമ്പോൾ ചക്രങ്ങൾക്ക് വ്യത്യസ്ത വേഗം ക്രമീകരിക്കുന്ന സംവിധാനം. ഓപ്ഷൻ ബി ഡിഫറൻഷ്യൽ. ഒരു വാഹനം വളവ് തിരിയുമ്പോൾ ചക്രങ്ങൾക്ക് വ്യത്യസ്ത വേഗം ക്രമീകരിക്കുന്ന സംവിധാനം ഡിഫറൻഷ്യൽ. 60 km/h സഞ്ചരിക്കുന്ന ഒരു വാഹനം 2 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം പോകും? ഓപ്ഷൻ ബി 120 km. അപ്പം ദൂരം എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് എന്താണ്? സ്പീഡ് ഇൻറ്റു ടൈം ആണ്. അപ്പം 60 × 2, അപ്പോൾ ഇവിടെ 120. 60 × 2 120 km. ദൂരം എന്ന് വെച്ചാൽ എന്താണ്? വേഗത ഇൻറ്റു സമയം. ഓക്കെ. അപ്പോൾ 60 km/h സഞ്ചരിക്കുന്ന ഒരു വാഹനം 2 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം പോകും? 120 km. വാഹനം അപകടകരമായ തരത്തിൽ പാർക്ക് ചെയ്യരുതെന്ന് നിഷ്കർഷിക്കുന്ന മോട്ടോർ വാഹന നിയമവകുപ്പ് ഏത്? ഓപ്ഷൻ സി വകുപ്പ് 122. വാഹനം അപകടകരമായ തരത്തിൽ പാർക്ക് ചെയ്യരുതെന്ന് നിഷ്കർഷിക്കുന്ന മോട്ടോർ വാഹന നിയമവകുപ്പ് ഏതാണ്? വകുപ്പ് 122. ഒരു ഫയർ എഞ്ചിൻ വാഹനത്തിൻ്റെ എത്ര അടുത്തുവരെ വാഹനം പാർക്ക് ചെയ്യാം? ഓപ്ഷൻ ഡി 4 മീറ്റർ. ഒരു ഫയർ എഞ്ചിൻ വാഹനത്തിൻ്റെ എത്ര അടുത്തുവരെ വാഹനം പാർക്ക് ചെയ്യാൻ പറ്റും? 4 മീറ്റർ. റോഡ് സുരക്ഷാ അതോറിറ്റി നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ സി 2007. റോഡ് സുരക്ഷാ അതോറിറ്റി നിലവിൽ വന്ന വർഷമാണ് 2007. റോഡിൻ്റെ അരികിലത്തെ തുടർച്ചയായ മഞ്ഞവര സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ പാർക്കിംഗ് പാടില്ല. റോഡിൻ്റെ അരികിലത്തെ തുടർച്ചയായ മഞ്ഞവര സൂചിപ്പിക്കുന്നത് പാർക്കിംഗ് പാടില്ല. നോ എൻട്രി എന്നറിയിക്കുന്ന ട്രാഫിക് സൈൻ ഏത് ഗണത്തിൽ പെടുന്നു? ഓപ്ഷൻ എ മാൻഡേറ്ററി. നോ എൻട്രി എന്ന ട്രാഫിക് സൈൻ ഏത് ഗണത്തിൽ പെടുന്നു? മാൻഡേറ്ററി. തെർമോസ്റ്റാറ്റ് വാൽവിൻ്റെ ഉപയോഗം എന്ത്? ഓപ്ഷൻ സി എൻജിൻ താപം ക്രമീകരിക്കാൻ. തെർമോസ്റ്റാറ്റ് വാൽവിൻ്റെ ഉപയോഗം എന്താണ്? എൻജിൻ താപം ക്രമീകരിക്കാൻ. സൈലൻസറിൽ നിന്നും കറുത്ത പുക വരാൻ കാരണം? ഓപ്ഷൻ സി എൻജിനിലേക്ക് അമിതമായി ഇന്ധനം നൽകുന്നത് കൊണ്ട്. സൈലൻസറിൽ നിന്ന് കറുത്ത പുക വരാൻ കാരണം എൻജിനിലേക്ക് അമിതമായി ഇന്ധനം നൽകുന്നത് കൊണ്ട്. ഒരു വാഹനം അപകടത്തിൽപ്പെട്ടാൽ പോലീസിൽ അറിയിക്കാനുള്ള സമയപരിധി? ഓപ്ഷൻ എ 24 മണിക്കൂർ. ഒരു വാഹനം അപകടത്തിൽപ്പെട്ടാൽ പോലീസിൽ അറിയിക്കാനുള്ള സമയപരിധി 24 മണിക്കൂർ. ലൂബ്രിക്കേഷന് വേണ്ടി ഗ്രീസ് ഉപയോഗിക്കുന്നത് ഡാഷിൽ? ഓപ്ഷൻ എ ഗിയർ ബോക്സിൽ. ലൂബ്രിക്കേഷന് വേണ്ടി ഗ്രീസ് ഉപയോഗിക്കുന്നത് ഡാഷിൽ, ഗിയർ ബോക്സിൽ. ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ ബി നിർബന്ധമായും ഇടത് ചേർന്ന് പോകണം. ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് എന്താണ്? നിർബന്ധമായും ഇടത് ചേർന്ന് പോകണം. GCR എന്നാൽ? ഓപ്ഷൻ ഡി ഗുഡ് ക്യാരേജ് റെക്കോർഡ്. GCR എന്നാൽ ഗുഡ് ക്യാരേജ് റെക്കോർഡ്. ക്ലച്ച് റെക്കോർഡിംഗ് എന്നാൽ? ഓപ്ഷൻ സി ഓടിക്കുമ്പോൾ കാൽ ക്ലച്ചിൽ അമർത്തുന്നു. ക്ലച്ച് റൈഡിംഗ് എന്നാൽ ഓടിക്കുമ്പോൾ കാൽ ക്ലച്ചിൽ അമർത്തുന്നു. എൻജിൻ ഓവർഹീറ്റ് ആകുന്നതിന് ഒരു കാരണം? ഓപ്ഷൻ എ തെറ്റായ ടൈമിങ്. എൻജിൻ ഓവർഹീറ്റ് ആകുന്നതിന് ഒരു കാരണം തെറ്റായ ടൈമിങ്. ഇടുങ്ങിയ പാലം എന്ന ചിഹ്നം ഏത് വിഭാഗം ട്രാഫിക് അടയാളത്തിൽ പെടുന്നു? ഓപ്ഷൻ എ കോഷണറി സൈന്. ഇടുങ്ങിയ പാലം എന്ന ചിഹ്നം ഏത് വിഭാഗം ട്രാഫിക് അടയാളത്തിൽ പെടുന്നു? കോഷണറി സൈന്. ഒരു ഗുഡ്സ് വാഹനത്തിൽ ഡ്രൈവർ എഴുതി സൂക്ഷിക്കേണ്ട രേഖ ഏത്? ഓപ്ഷൻ ബി GCR. ഒരു ഗുഡ്സ് വാഹനത്തിൽ ഡ്രൈവർ എഴുതി സൂക്ഷിക്കേണ്ട രേഖ ഏതാണ്? GCR. ഒരു എഞ്ചിൻ്റെ ആന്തരിക ഭാഗങ്ങളെ ലൂബ്രിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഡാഷ്. ഓപ്ഷൻ ബി ഓയിൽ പമ്പ്. ഒരു എഞ്ചിൻ്റെ ആന്തരിക ഭാഗങ്ങളെ ലൂബ്രിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഓയിൽ പമ്പ്. വാഹനം ഓടിക്കുമ്പോൾ ടയറുകൾക്കുണ്ടാകുന്ന താപവർധന? ഓപ്ഷൻ ബി മർദ്ദം കൂട്ടുന്നു. വാഹനം ഓടിക്കുമ്പോൾ ടയറുകൾക്കുണ്ടാകുന്ന താപവർധന മർദ്ദം കൂട്ടുന്നു.
അപകട സൂചന നൽകുന്ന കോഷണറി ചിഹ്നങ്ങൾ ഡാഷ് ആയിരിക്കും. ഓപ്ഷൻ എ ചുവന്ന വൃത്തത്തിനുള്ളിൽ. അപകട സൂചന നൽകുന്ന കോഷണറി ചിഹ്നങ്ങൾ ഡാഷ് ആയിരിക്കും ചുവന്ന വൃത്തത്തിനുള്ളിൽ. വാഹനത്തിന്റെ ഇൻഷുറൻസ് കാലാവധി തീർന്നാൽ. ഓപ്ഷൻ ഡി വാഹനം ഓടിക്കരുത്. വാഹനത്തിന്റെ ഇൻഷുറൻസ് കാലാവധി തീർന്നാൽ എന്താ ചെയ്യേണ്ടത്? വാഹനം ഓടിക്കാൻ പാടില്ല കേട്ടോ. വാഹനം ഓടിക്കരുത്. ക്രൗൺ വീൽ ഡാഷിന്റെ ഭാഗമാണ്. ഓപ്ഷൻ ഡി ഡിഫറൻഷ്യലിൻ്റെ. ക്രൗൺ വീൽ ഡാഷിൻ്റെ ഭാഗമാണ് ഡിഫറൻഷ്യലിൻ്റെ. സ്റ്റോറേജ് ബാറ്ററിയുടെ കപ്പാസിറ്റി അളക്കുന്നത്. ഓപ്ഷൻ ഡി ആംബിയർ മണിക്കൂർ. സ്റ്റോറേജ് ബാറ്ററിയുടെ കപ്പാസിറ്റി അളക്കുന്നത് ആംബിയർ മണിക്കൂർ. താഴെ പറയുന്നവയിൽ എൻജിൻ ഓയിലുമായി ബന്ധപ്പെട്ടത് ഏത്? ഓപ്ഷൻ ഡി SAE40. താഴെ പറയുന്നവയിൽ എൻജിൻ ഓയിലുമായി ബന്ധപ്പെട്ടത് ഏതാണ്? SAE40. ഒരു വാഹനത്തിൻ്റെ ടയർ പ്രഷർ എഴുതി പ്രദർശിപ്പിക്കുന്നത്. ഓപ്ഷൻ എ മുൻവലത് ഡോറ്. ഒരു വാഹനത്തിൻ്റെ ടയർ പ്രഷർ എഴുതി പ്രദർശിപ്പിക്കുന്നത് മുൻവലത് ഡോറ്. സാധാരണയായി ഒരു എഞ്ചിനിലെ ഇൻലെറ്റ് വാൽവുകൾ എക്സ്ഹോസ്റ്റ് വാൽവുകളെ അപേക്ഷിച്ച് ഡാഷ് ആയിരിക്കും. ഓപ്ഷൻ എ വലുതായിരിക്കും. സാധാരണയായി ഒരു എഞ്ചിനിലെ ഇൻലെറ്റ് വാൽവുകൾ എക്സ്ഹോസ്റ്റ് വാൽവുകളെ അപേക്ഷിച്ച് ഡാഷ് ആയിരിക്കും, വലുതായിരിക്കും. ഒരു ഡ്രൈവർ സ്റ്റിയറിംഗ് വീൽ കൊടുക്കുന്ന ബലം പല മടങ്ങായി വർദ്ധിപ്പിച്ച് ഡാഷ് വീലുകളിൽ എത്തിക്കുന്നു. ഓപ്ഷൻ ഡി സ്റ്റിയറിംഗ് ഗിയർ ബോക്സ്. ഒരു ഡ്രൈവർ സ്റ്റിയറിംഗ് വീലിൽ കൊടുക്കുന്ന ബലം പല മടങ്ങായി വർദ്ധിപ്പിച്ച് ഡാഷ് വീലുകളിൽ എത്തിക്കുന്നു. സ്റ്റിയറിംഗ് ഗിയർ ബോക്സ്. അന്തരീക്ഷ മർദ്ദത്തേക്കാൾ കൂടിയ മർദ്ദത്തിൽ എഞ്ചിനിലേക്ക് വായു എത്തിക്കാൻ ഡാഷ് സഹായിക്കുന്നു. ഓപ്ഷൻ എ സൂപ്പർ ചാർജുകൾ. അന്തരീക്ഷ മർദ്ദത്തേക്കാൾ കൂടിയ മർദ്ദത്തിൽ എഞ്ചിനിലേക്ക് വായു എത്തിക്കാൻ ഡാഷ് സഹായിക്കുന്നു. സൂപ്പർ ചാർജുകൾ. ഡബിൾ ഡീക്ലച്ചിങ് ഉപയോഗിക്കുന്നത് ഡാഷ് ഗിയർ ബോക്സ് ഉള്ള വാഹനങ്ങളിലാണ്. ഓപ്ഷൻ സി കോൺസ്റ്റന്റ് മെഷ്. ഡബിൾ ഡീക്ലച്ചിങ് ഉപയോഗിക്കുന്നത് ഡാഷ് ഗിയർ ബോക്സ് ഉള്ള വാഹനങ്ങളിലാണ്. കോൺസ്റ്റന്റ് മെഷ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സാധാരണമായി ലീഫ് സ്പ്രിങ്ങിനെ ആക്സിലുമായി എന്ത് സംവിധാനം ഉപയോഗിച്ചാണ് ബന്ധിപ്പിക്കുന്നത്? ഓപ്ഷൻ ഡി യു ബോൾട്ട്. സാധാരണയായി ലീഫ് സ്പ്രിങ്ങിനെ ആക്സിലുമായി എന്ത് സംവിധാനം ഉപയോഗിച്ചാണ് ബന്ധിപ്പിക്കുന്നത്? യു ബോൾട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആരും മറക്കരുത്, കമൻറ്റ് ബോക്സിലെ 2 ചോദ്യങ്ങൾക്ക് എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരവും കൂടെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.